അക്കൗണ്ട്സ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിൽ ഒന്നാണ് ജനറൽ ലെഡ്ജർ. ഈ ഒരു ജനറൽ ലെഡ്ജർ ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം ലെഡ്ജർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസ്, ഡെയിലി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അത്തരത്തിൽ എല്ലാ ട്രാൻസാക്ഷൻ റിലേറ്റഡ് അക്കൗണ്ട് ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ജനറൽ ലെഡ്ജർ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോർമലി ട്രയൽ ബാലൻസ് പോലെ തന്നെ എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ജനറൽ ലെഡ്ജർ ഫോമിൻ്റെ മെയിൻ ആൻഡ് ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് മൗസ് യൂസ് ചെയ്യാതെ തന്നെ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ഫോമിലേക്കുമുള്ള ആക്സസ് നമുക്ക് ലഭിക്കുന്നു. അതായത് ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും ലെഡ്ജർ സമ്മറി റിപ്പോർട്ട്, ലെഡ്ജർ മന്ത്ലി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് വരെ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രിൽ ഡൗൺ ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള കീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മോഡിഫൈ എന്നൊരു ഓപ്ഷനാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു മോഡിഫൈ ഓപ്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ വ്യൂ, പീരീഡ്, ഗ്രൂപ്പ് സെർച്ച്, ലെഡ്ജർ വൈസ് വ്യൂ ആൻഡ് എക്സ്പോർട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് അപ്പ് ആരോ കീ ആണ്. അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്വേഡ് ചെയ്യാനും അതുപോലെ ഡൗൺവേഡ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എൻ്റർ കീ ഓപ്ഷനാണ്. ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ലെഡ്ജർ സമ്മറി റിപ്പോർട്ട്, മന്ത്ലി റിപ്പോർട്ട്, ഡെയിലി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അങ്ങനെ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഫോമും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഫോമിൽ നിന്നെല്ലാം എക്സിറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിലുള്ള എസ്കേപ്പ് കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. മോഡിഫൈ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നോക്കാം. മോഡിഫൈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് റൈറ്റ് ആരോ കീ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ആരോ കീ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്നത് ഡീറ്റെയിൽ വ്യൂ എന്ന ഓപ്ഷനാണ്. ഈ ഒരു ഡീറ്റെയിൽഡ് വ്യൂ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും അണ്ടറിലുള്ള എല്ലാ ലെഡ്ജറിൻ്റെയും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിലായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പീരീഡ് ഓപ്ഷനാണ്. പീരീഡ് ഓപ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ്, പീരീഡ് എൻ്റർ ചെയ്യാനുള്ള ടാബാണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് എൻ്റർ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പീരീഡിനുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് സെർച്ച് എന്ന ഓപ്ഷനാണ്. ഈ ഒരു ഗ്രൂപ്പ് സെർച്ച് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ഡാറ്റയും സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ അക്കൗണ്ട് ഗ്രൂപ്പ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ വൈസ് വ്യൂ ആണ്. ഈ ഒരു ലെഡ്ജർ വൈസ് വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പർട്ടിക്കുലർ ലെഡ്ജറിൻ്റെയും ഡീറ്റെയിൽസ് മാത്രമായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് വൺ വരുന്ന ഡീറ്റെയിൽ വ്യൂ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡീറ്റെയിൽ വ്യൂ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും ഡീറ്റെയിൽ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന അക്കൗണ്ട് ഗ്രൂപ്പ് കാണാം. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ലെഡ്ജർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്, കറണ്ട് അസറ്റ് അങ്ങനെ എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഡീറ്റെയിൽഡ് വ്യൂ ഫോമിൽ റൈറ്റ് ആരോ കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈ മെനു ഓപ്പൺ ആവുന്നു. ഈ ഒരു മോഡിഫൈ മെനുവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഫസ്റ്റ് വൺ വരുന്നത് കണ്ടൻസ്ഡ് വ്യൂ ആണ്. കണ്ടൻസ്ഡ് വ്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നും വീണ്ടും ഡീറ്റെയിൽഡ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ മെനുവിൽ നിന്നും ഡീറ്റെയിൽഡ് വ്യൂ എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽഡ് വ്യൂവിലുള്ള മോഡിഫൈ മെനുവിൽ നെക്സ്റ്റ് വരുന്നത് പീരീഡ് ഓപ്ഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിന് ഇടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് സെർച്ച് ഓപ്ഷനാണ്. ഈ ഒരു ഗ്രൂപ്പ് സെർച്ച് ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ആണ് ഓപ്പണായി വരുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാബ് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് എസ്കേപ്പ് കീ എൻ്റർ ചെയ്യുക. മോഡിഫൈ മെനുവിൽ നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ വൈസ് വ്യൂ ആണ്. ലെഡ്ജർ വൈസ് വ്യൂ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇതുവരെ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ലെഡ്ജർ അക്കൗണ്ട് ഡീറ്റെയിൽസ്
അതിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്, എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ റൈറ്റ് ആരോ കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മോഡിഫൈ മെനു കാണാൻ സാധിക്കും. മോഡിഫൈ ഓപ്ഷൻസിൽ നമുക്ക് പീരീഡ്, ഗ്രൂപ്പ് സെർച്ച്, ലെഡ്ജർ സെർച്ച്, ഗ്രൂപ്പ് വൈസ് വ്യൂ, എക്സ്പോർട്ട് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പീരീഡിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ ഈ ഒരു പീരീഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് സെർച്ച് ആണ്. ഗ്രൂപ്പ് സെർച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും ലെഡ്ജർ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ സെർച്ച് ഓപ്ഷനാണ്. ലെഡ്ജർ സെർച്ചിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെഡ്ജർ ഡീറ്റെയിൽസ് മാത്രം സെർച്ച് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് വൈസ് വ്യൂ ആണ്. ഗ്രൂപ്പ് വൈസ് വ്യൂവിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പേജ് കണ്ട ആ ഒരു ട്രയൽ ബാലൻസിലെ അക്കൗണ്ട് ഗ്രൂപ്പ് മാത്രമുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് മോഡിഫൈ മെനു യൂസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ വൈസ് വ്യൂ, ഡീറ്റെയിൽ വ്യൂ, ലെഡ്ജർ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് അങ്ങനെ ഓരോ ഫോമിലേക്കും ആക്സസ് ചെയ്യുവാനും അതുപോലെ കീബോർഡ് കീസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഫോമിൽ നിന്നും ആ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് ഓപ്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നു. കൂടാതെ ഈ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് ഫോമിൽ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ മന്ത്ലി സമ്മറി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ലെഡ്ജർ വൗച്ചേഴ്സ് ആൻഡ് അഗെയിൻ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ഫോം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രിൽ ഡൗൺ ഓപ്ഷനിലൂടെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ്റെ ഫോമും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓരോ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെയും ലെഡ്ജർ ഫോം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന അക്കൗണ്ട് ഗ്രൂപ്പിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് സമ്മറി റിപ്പോർട്ടാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നിന്നും ഈ ഒരു ബാങ്കിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഗ്രൂപ്പ് സമ്മറി ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ മോഡിഫൈ ഓപ്ഷൻ കാണാൻ സാധിക്കും. മോഡിഫൈ മെനുവിൽ ഫസ്റ്റ് വൺ വരുന്നത് പീരീഡ് ഓപ്ഷനാണ്. പീരീഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പീരീഡിന് ഇടയിലുള്ള ഡാറ്റ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് സെർച്ച് ഓപ്ഷനാണ്. ഗ്രൂപ്പ് സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഓരോ പർട്ടിക്കുലർ അക്കൗണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്യാനും സെർച്ച് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു ഗ്രൂപ്പ് സമ്മറി ഡാറ്റ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഗ്രൂപ്പ് സമ്മറിയിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ മന്ത്ലി സമ്മറി റിപ്പോർട്ടാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലുള്ള എല്ലാ മന്ത്ലി ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ എമൗണ്ട് ഡീറ്റെയിൽസ്, ക്ലോസിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ താഴെ നമുക്കൊരു ബാർ ഗ്രാഫ് കാണാൻ സാധിക്കും. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ മന്ത്ലി സമ്മറി റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്താണ് ഇവിടെ ബാർ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഡിഫറൻസ് എല്ലാം നമുക്ക് ഈ ഒരു ബാർ ഗ്രാഫിൽ നിന്നും അറിയാൻ സാധിക്കും. ഈ ഒരു മന്ത്ലി സമ്മറി ഡീറ്റെയിൽസിൽ റൈറ്റ് ആരോ കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈ മെനു ഓപ്പൺ ആക്കാൻ സാധിക്കുന്നു. മോഡിഫൈ മെനുവിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ക്വാർട്ടർലി എന്ന ഓപ്ഷനാണ്. ക്വാർട്ടർലി ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വാർട്ടർ വൈസ് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പീരീഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പീരീഡ് എൻ്റർ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ലെഡ്ജർ സെർച്ച് ഓപ്ഷനാണ്. നമുക്കൊരു പർട്ടിക്കുലർ ലെഡ്ജർ അക്കൗണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ലെഡ്ജറിൻ്റെ മന്ത്ലി സമ്മറി ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഡാറ്റ എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു മന്ത്ലി സമ്മറി ഡീറ്റെയിൽസിൽ ഏതെങ്കിലും മന്തിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ വൗച്ചേഴ്സ് ആണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു മന്തിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ മന്ത്ലി വൗച്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വൗച്ചർ എൻട്രി ചെയ്ത ഡേറ്റ്, പർട്ടിക്കുലർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വൗച്ചർ നമ്പർ, വൗച്ചർ ടൈപ്പ്, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. റൈറ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മോഡിഫൈ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു മോഡിഫൈ ഓപ്ഷൻസിൽ നമുക്ക് ഡെയിലി ബ്രേക്കപ്പ് ആൻഡ് എക്സ്പോർട്ട് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെയിലി ബ്രേക്കപ്പ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മന്തിൻ്റെയും, അതായത് ഈ ഒരു സെപ്റ്റംബർ എന്ന മന്തിൻ്റെ 1 to 30 വരെയുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഓപ്പണായി വരുന്നത്. ഓരോ പർട്ടിക്കുലർ ഡേറ്റിലുള്ള ട്രാൻസാക്ഷനിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ
ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡീറ്റെയിൽസ്, അതായത് ഡേറ്റ്, ആ ഒരു എൻട്രി ചെയ്ത പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, വൗച്ചർ ടൈപ്പ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ആ ഒരു ഡേറ്റിലുള്ള ഓപ്പണിംഗ് ബാലൻസ്, കറണ്ട് ടോട്ടൽ ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, നമുക്ക് ഈ ഒരു ഡെയിലി ബ്രേക്കപ്പിൽ തന്നെ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ മോഡിഫൈ ഓപ്ഷൻ ഓപ്പൺ ആവുന്നു. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ലെഡ്ജർ സെർച്ച്. ലെഡ്ജർ സെർച്ചിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെഡ്ജർ അക്കൗണ്ട് ടാബാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് ഓരോ ലെഡ്ജർ അക്കൗണ്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ലെഡ്ജറിൻ്റെ ഡെയിലി ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡാറ്റ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ലെഡ്ജർ വൗച്ചേഴ്സിലുള്ള ഏതെങ്കിലും ഒരു വൗച്ചറിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഫോം ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് ആൻഡ് ബില്ലിംഗ് അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. റൈറ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മോഡിഫൈ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ആൻഡ് ഈ ഒരു ഫോം പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. എസ്കേപ്പ് കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ നമുക്ക് കീബോർഡിൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ജനറൽ ലെഡ്ജറിലെ ഈ ഒരു ഫോമിൽ എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പും അതുപോലെ തന്നെ ലെഡ്ജർ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ജനറൽ ലെഡ്ജർ എന്ന ഈ ഒരു ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.